ദിവസങ്ങൾക്ക് കൂടുതൽ പ്രത്യേകതയുണ്ട്. ഈ ദിവസങ്ങൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ മണ്ഡലക്കാലമാണ്. മണ്ഡലക്കാലത്തിന് ഗുരുവായൂരപ്പന് കൂടുതൽ വിശേഷത കൽപ്പിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീ ഗുരുവായൂരപ്പന് വിശേഷാൽ അഭിഷേകം, പഞ്ചഗവ്യം അഭിഷേകം 40 ദിവസം, മണ്ഡലം 1 മുതൽ 40 ദിവസം വരെ ശ്രീ ഗുരുവായൂരപ്പന് പഞ്ചഗവ്യാഭിഷേകം നടക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ സമയത്താണ് പഞ്ചഗവ്യാഭിഷേകവും നവകാഭിഷേകവും നടക്കുന്നത്. ഈ പഞ്ചഗവ്യത്തിന് പശുവിൻ്റെ ചാണകം, മൂത്രം, പാല്, തൈര്, നെയ്യ് എന്നിവ ഒരു പ്രത്യേക അനുപാതത്തിലാണ് കൂട്ടിയിട്ടാണ് ഈ പഞ്ചഗവ്യം ഉണ്ടാക്കുന്നത്. ഈ പഞ്ചഗവ്യം ഉണ്ടാക്കി ശ്രീകോവിലിനകത്തേക്ക് എഴുന്നള്ളിക്കുകയും ശ്രീകോവിലിനകത്ത് വെച്ച് നവകം പഞ്ചഗവ്യം ഒപ്പം മന്ത്രപൂരിതമാക്കുകയും അത് അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. ഈ മന്ത്രപൂരിതമാക്കിയ പഞ്ചഗവ്യം ശ്രീ ഗുരുവായൂരപ്പൻ്റെ പതഞ്ജനശിലയിലോടുകൂടി ഒഴുകി വന്ന് അത് തീർത്ഥമായി മാറുകയും ആ പഞ്ചഗവ്യം എല്ലാ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഈ പഞ്ചഗവ്യത്തിന് ഈ 5 ദ്രവ്യങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിന് ഒരു ഔഷധ മൂല്യമുണ്ട്. പിന്നെ അതിനു പുറമെ നമ്മൾ മന്ത്രം ചെല്ലുകയും ചെയ്യുമ്പോൾ കൂടുതൽ മൂല്യം വരുന്നു. അത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശിരസിൽ കൂടി ആ പതഞ്ജനശിലയിൽ കൂടി ഒഴുകി വരുമ്പോൾ അതിന് ഔഷധ മൂല്യം 100 മടങ്ങോളം വർദ്ധിക്കുകയും അങ്ങനെ ആ തീർത്ഥം സേവിക്കുന്ന, പഞ്ചഗവ്യം സേവിക്കുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ശ്രേയസ്സുകളും ബുദ്ധിപരമായിട്ടും ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാമുള്ള ഉയർച്ച ഉണ്ടാകുന്നു. ഇത് നമ്മൾ സേവിക്കുക, നമ്മളുടെ കുട്ടികളെ സേവിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ചെറിയ കുട്ടികൾ നല്ല കുട്ടികളായി വളരുവാൻ ഈ ഔഷധ മൂല്യമുള്ള പഞ്ചഗവ്യത്തിന് സാധിക്കും എന്നാണ് പഴമക്കാർ പറയുന്നത്. 40 ദിവസം ഈ പഞ്ചഗവ്യം കഴിഞ്ഞതിന് ശേഷം 41ാം ദിവസമാണ് ശ്രീ ഗുരുവായൂരപ്പന് കളഭാഭിഷേകം നടക്കുന്നത്. ഈ കളഭാഭിഷേകം കൊല്ലത്തിൽ ഒരേ ഒരു തവണ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം 364 ദിവസവും കളഭം ചാർത്താണ് ഇവിടെ പതിവ്. ഈ കളഭാഭിഷേകം ഈ വർഷം ഡിസംബർ 26-ാം തീയതിയാണ് നടക്കുന്നത്. ഇതിന് മൈസൂർ ചന്ദനമുട്ടി കൊണ്ട് അരച്ച ചന്ദനവും കാശ്മീർ കുങ്കുമപ്പൂവും പച്ചക്കർപ്പൂരം, പനിനീര്, കസ്തൂരി എന്നിവയെല്ലാം കൂട്ടിയിട്ടാണ് ഈ കളഭം നിർമ്മിക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ എടുക്കുന്നതിൻ്റെ ഇരട്ടി അനുപാതത്തിലാണ് ഇന്നേ ദിവസം കളഭത്തിന് എല്ലാ ചേരുവകളും കൂട്ടുന്നത്. ഇത് കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ വകയായിട്ടാണ് ഇന്നും ശ്രീ ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്യുന്നത്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയ്ക്കാണ് ഈ കളഭാഭിഷേകം നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ 25 കലശാഭിഷേകവും ഉണ്ടാകുന്നു. കീഴ്ശാന്തി നമ്പൂതിരിമാർ ഈ കളഭം തയ്യാറാക്കുമ്പോൾ ചില പ്രത്യേക മന്ത്രങ്ങൾ ഉരുവിട്ടിട്ടാണ് ഈ കളഭം അരയ്ക്കുന്നത്. അവിടുന്ന് മുതൽ തന്നെ ഈ അരയ്ക്കുമ്പോൾ മുതൽ തന്നെ ഈ കളഭത്തിന് മന്ത്രം പൂരിതമാക്കുകയാണ്. അതിനുശേഷം ശ്രീകോവിലിനകത്തേക്ക് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ വെച്ച് മുഖമണ്ഡപം എന്ന് പറയും, മുഖമണ്ഡപത്തിൽ വെച്ച് തന്ത്രി നമ്പൂതിരിപ്പാട് ആ കളഭം പൂജിക്കുന്നു, മന്ത്രപൂരിതമാക്കുന്നു. 2 സ്വർണ്ണ കുംഭങ്ങളിലാണ് ഇത് നിറച്ചിട്ടാണ് പൂജിക്കുന്നത്. ആ പൂജ കഴിഞ്ഞതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പന് 25 കലശങ്ങൾ അഭിഷേകം ചെയ്യുകയും അതിനുശേഷം കളഭം അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. അന്നേ ദിവസം ശ്രീ ഗുരുവായൂരപ്പൻ കളഭത്തിൽ ആറാടിയിട്ടാണ് നിൽക്കുന്നത്. ഏകദേശം 11 മണിക്കാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. ഈ സമയത്ത് ഭഗവത് ദർശനം അത്യുത്തമമാണ്, ശ്രേയസ്കരമാണ്. എല്ലാ ഭക്തജനങ്ങളും ഈ സമയത്ത് എത്തുവാൻ ശ്രമിക്കുമല്ലോ. അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയാണ്. ഉച്ചപൂജ കഴിഞ്ഞാൽ ആ നട തുറക്കുമ്പോൾ കളഭത്തിൽ ആറാടി നിൽക്കുന്ന ആ ശ്രീ ഗുരുവായൂരപ്പനെയാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. ഈ ദർശനം പിറ്റേ ദിവസം രാവിലെ 3 മണി 3:10 വരെ, നിർമ്മാല്യ ദർശനം വരെ നീണ്ടു നിൽക്കുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ 3:10 ഈ കളഭം അഭിഷേകം ചെയ്ത് മുഴുവൻ മാറ്റി എണ്ണാഭിഷേകം, വാഗച്ചാർത്ത് തുടങ്ങിയ ചെയ്യുന്നു. ഈ കളഭാഭിഷേകം ചെയ്ത പ്രസാദം പിറ്റേ ദിവസം രാവിലെ
നമുക്ക് തീർത്ഥവും ചന്ദനവും കൊടുക്കുന്ന സ്ഥലത്ത് വെച്ച് ഭക്തജനങ്ങൾക്കെല്ലാവർക്കും വിതരണം ചെയ്യുന്നതാണ്. ഈ കളഭം ഒരു നുള്ളെടുത്ത് നമ്മൾ സേവിക്കുകയും ബാക്കിയുള്ളത് നമ്മൾ കുറി തൊടുകയും അഥവാ ബാക്കിയുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ച് ദിവസേന തൊടാവുന്നതുമാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ മണ്ഡലക്കാലത്ത് വിശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിശേഷാൽ എഴുന്നള്ളിപ്പുകളാണ്. ശ്രീ ഗുരുവായൂരപ്പന് രാവിലത്തെ ശിവേലി തന്നെ സാധാരണ നിലയ്ക്ക് 3 പ്രദക്ഷിണമാണുള്ളത്. ഒരാനയെ ഉണ്ടാവുകയുള്ളൂ. അത് വിശേഷാൽ 3 ആനകളുണ്ടാവും. കോലം കയറ്റിയിട്ടാണ് എഴുന്നള്ളിപ്പ്. 5 പ്രദക്ഷിണവും ഉണ്ടാവും. ഏകാദശി വിളക്ക് ഉള്ള സമയത്താണെങ്കിൽ ഇതിന് മേമ്പൊടിയായി മേളവാദ്യം 3 മണിക്കൂറോളം ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഈ വർഷത്തെ കളഭാഭിഷേകം എല്ലാവരും ദർശിക്കുവാൻ ഡിസംബർ 26-ാം തീയതി ഗുരുവായൂരിലെത്തുകയും ആ പുണ്യ സുദിനത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കളഭാഭിഷേകം ദർശിക്കുകയും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടുകയും എല്ലാ ഭക്തജനങ്ങളും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ ഗുരുവായൂരപ്പ ശരണം. എത്രയുണ്ട്? 5.